നുസ്രത് ജഹാൻ, ഒരു കാര്യം, റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണല്ലോ. ഈ പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ആം ആദ്മിയെ പോലെ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ BJP, ഇടതുപക്ഷം, ഇവരുടെ ചിന്താഗതിയിൽ നിന്നും ഒക്കെ വിഭിന്നമായി പുതിയ ഒരു ആശയഗതിയുമായി മുന്നോട്ട് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭാരതം പോലെ ഇത്ര വിശാലമായ അല്ലെങ്കിൽ ഇത്ര അധികം ജനാധിപത്യ സംവിധാനങ്ങളുള്ള, ഇത്രയധികം ജനസംഖ്യയുള്ള, ഇത്രയധികം സംസ്ഥാനങ്ങളുള്ള, ഇത്രയധികം ഭാഷയും വേഷവും ആഹാര രീതിയും ഒക്കെ വിഭിന്നമായ നമ്മുടെ ഈ രാജ്യത്ത് ഇതേപോലെ പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസക്തിയില്ല. അതൊരു തകര പോലെ അത് ഉയർന്നു വരും, അടുത്ത മഴയ്ക്ക് അത് നശിക്കും. അങ്ങനെ കരുതാമോ? പുതിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാവിയില്ല എന്നതാണോ ഈ ആം ആദ്മി പാർട്ടി തെളിയിക്കുന്നത്? നുസ്രത് ജഹാൻ. യെസ്, അത് ഉറപ്പല്ലേ. ഇതെല്ലാം ഒരു വൺ ഷോയിൽ ഉണ്ടായ ഒരു ചീട്ട് കൊട്ടാരം തന്നെയാ. നമ്മൾ കണ്ടതാണല്ലോ. ഇതിന്റെ നേതൃത്വത്തിൽ തന്നെ അടിയുണ്ടായി. ഇന്റേണൽ പൊളിറ്റിക്സ് വളരെ അധികമായിരുന്നില്ലേ? ഇദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും പാർട്ടി വിട്ടു പോവാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളെയും BJP നേതാക്കളെയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യന്റെ പ്രസിഡന്റിനെ പോലും വന്ന് കണ്ടിട്ടുണ്ട് പാർട്ടി മാറാൻ. MLA ആയിട്ടും പിന്നെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്, മന്ത്രിയായിട്ട് വരെ ഇരിക്കുന്നവര് അങ്ങനെ മാറാൻ വരെ ആലോചിച്ചു. കാരണം ഉള്ളിൽ അവർക്ക് അത്രമാത്രം പൊളിറ്റിക്സ് ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഒരു റിസൾട്ടാണ് ഇത്. പിന്നെ അവരുടെ ഇന്ത്യ സഖ്യം, നമ്മളിപ്പോ ഇത്ര കാലം അവർക്ക് ഉണ്ടായിരുന്ന ഒരു സമാധാനം, കേസിൽ പെടുന്നവരെ, അരവിന്ദ് കെജ്രിവാൾ കേസിൽ പെടുന്നവരെ കോൺഗ്രസും ആയിട്ടുള്ള ഒരു ഒത്തൊരുമയിൽ അവർ പോയിട്ടുണ്ട് അല്ലെ. എല്ലാ സ്ഥലത്തും ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടന്നു. അപ്പൊ എല്ലാ മോഹങ്ങളും അവിടെ മണ്ണിടേണ്ട ഒരു ഇത് ആ ഒരു കൂട്ടുകെട്ടുന്ന പോലും ഈ ആം ആദ്മിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്ലീൻ, പിന്നെ അവിടെ പിന്നെ അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞ പോലെ കാലത്തിന്റെ ഒരു വരവുണ്ട്. ദാറ്റ് യൂണിവേഴ്സൽ ട്രൂത്ത് കംസ് അല്ലെ വൺ ഡേ. അപ്പൊ പിന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്ത്യ എന്നൊക്കെ പറയും, കാലത്തിന്റെ കാവ്യനീതി. യെസ്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോ പ്രകൃതി തന്നെ അത് തിരിച്ചു തരും. അതാണ് സംഭവിച്ചത്. ക്ലീൻ ആയിട്ടുള്ള ഒരു ഭാരതത്തിനെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ദ്രപ്രസ്ഥം നിങ്ങൾ തുടങ്ങുക. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ പേരിടുമെന്ന് ചോദിക്കുന്നത്. പേരിടാണ്ട് ആ പേരിനൊക്കുന്ന ഒരു പേരില്ല, ലോകത്തിൽ എവിടെയില്ല എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇന്ദ്രപ്രസ്ഥം ക്ലീൻ ആയി നല്ല ഭരണാധികാരികൾ വരെ ജനങ്ങൾ ഹാപ്പി ആവുക. ഇവിടെ ഈ ഭൂമിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഡൽഹി മണ്ണിൽ ഞാൻ തന്നെ ജീവിക്കുന്നോണ്ട് എനിക്ക് പറയാം. ആ കാരണം ഈ മണ്ണ് അങ്ങനെ അത്ര അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. ചർച്ചയിൽ ഡൽഹിയിൽ നിന്നും പങ്കെടുക്കുന്നത് നുസ്രത് ജഹാൻ മാത്രമാണ്. അതാ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡൽഹി മണ്ണില് ഡൽഹി അങ്ങോട്ട് സ്വീകരിക്കൂ, ഒരു അമ്മയെ പോലെ അങ്ങോട്ട് ആൾക്കാരെ സ്വീകരിക്കൂ. അങ്ങനെയാണ് ഈ മുഗളന്മാരൊക്കെ വന്നത്. അപ്പൊ നമ്മൾ അത് നോക്കുമ്പോ കാണാം മുഗൾ സാമ്രാജ്യം മറ്റുപോയത്. ഡൽഹിനെ ചീറ്റ് ചെയ്തപ്പോഴാണ് സത്യത്തില് മുഗൾ സാമ്രാജ്യം ഇല്ലാതായി പോയത്. കാരണം അത് എപ്പോഴും പറയണ നിസാമുദ്ദീൻ ദർഗാല് ഔലിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡൽഹി ബഹുത് ദൂർ. അദ്ദേഹം പറഞ്ഞത് മുഗൾ ചക്രവർത്തി അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരുമ്പോ നരേന്ദ്രമോദി പറഞ്ഞ പോലത്തെ വാക്കുകളായിരുന്നു അന്ന് അദ്ദേഹം യൂസ് ചെയ്ത്. 7 സുൽത്താനേത്തിനെ പോലും അയാൾ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിനെ പോലും ഈ സുഡാപ്പികള് ഹിന്ദു ആയിട്ടാണ് ചിത്രീകരിക്കുക. അപ്പൊ പക്ഷെ സത്യത്തിനാണ് അത്. സത്യം എന്നുള്ള പ്രപഞ്ച സത്യമാണ് ഡൽഹിയിൽ നടക്കുള്ളൂ. അപ്പൊ നമ്മളാണെങ്കിൽ എത്ര ദിവസം ഇവിടെ എന്നുള്ള നമ്മൾ സത്യസന്ധമായി പോണോടത്തോളം കാലം ആരാണെങ്കിലും ഈ മണ്ണിൽ പറ്റുള്ളൂ. അത്ര പവിത്രമായ ഒരു ലാൻഡ് ഞാൻ സത്യത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇന്ത്യ ഒട്ടും സഞ്ചരിച്ചിട്ടുണ്ട്. ഡൽഹി ഇന്ദ്രപ്രസ്ഥ പറയുന്നോണ്ടും അതിന്റെ ചുറ്റിലും വരുന്ന ഓരോ സ്ഥലങ്ങളില് നമുക്കുണ്ട്. അവരൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്, ആൾക്കാരും ഉണ്ട്. ഓരോ കാര്യങ്ങള് ഇങ്ങനെ ഒരു മഴയിൽ ഉദിച്ചു വരുന്ന കൂണ് പോലെ ഉള്ളത് സത്യസന്ധമല്ലെങ്കിൽ അവിടെ വെച്ച് കരിഞ്ഞു പോയതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. നരേന്ദ്രമോദിനെ കുറ്റം പറയും, കളിയാക്കും, പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് കോൺഗ്രസ്. നമ്മൾ ആം ആദ്മിനെ മാത്രം കുറ്റം പറഞ്ഞു പോണ്ട. അത്രയും വലിയതായിട്ട് നരേന്ദ്രമോദി അങ്ങനെ പറയണ അവർക്ക് ഒരു സീറ്റ് ഇവിടെ പിടിക്കാൻ പറ്റിയോ കോൺഗ്രസിന്? അതാണ് ഇയാളുടെ നമുക്ക് ഉറപ്പായിരുന്നു ഇയാൾ തോൽക്കുന്നു, ഇതേ ഉണ്ടാവുള്ളൂ ഇവിടെ എന്നുള്ളത് നമുക്ക് ഉറപ്പാ. അത് പക്ഷേ അത് ഇവരിന്ന് നമ്മളത് പ്രതീക്ഷിച്ചില്ല. എവിടെയെങ്കിലൊക്കെ ഇവരെ എന്തെങ്കിലും പിടിച്ചു കയറും. ഒരു കാലത്ത് ഡൽഹി ശക്തമായി ഭരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ എവിടെ? അതെ, ഡൽഹി മാത്രമല്ലല്ലോ ഭാരതത്തിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ച പാർട്ടിയാണ്. പക്ഷെ ഇതാണല്ലോ നമ്മുടെ
തലസ്ഥാനം എന്ന് പറയുമ്പോ ഡൽഹി എന്ന് പറയുമ്പോഴാണല്ലോ ന്യൂ ഡൽഹി, ഓൾഡ് ഡൽഹി എന്നൊക്കെ പറയുമ്പോഴല്ലേ ലോകത്തിലേക്ക് വേഗം എത്തിപ്പെടുന്നത്. ഈ നെഹ്റു കുടുംബം, എനിക്ക് ചോദിക്കാനുള്ള, ഈ നമ്മളെയൊക്കെ ആക്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരളത്തിലുള്ള. ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന നെഹ്റു കുടുംബം ഭരിച്ച് ഈ ഡൽഹി, അവരിയ്ക്കുന്ന അവരെ വീട്, അവരാൾക്കാരെ ശ്മശാനം, അവരുടെ മ്യൂസിയം, ഇങ്ങനെ പറഞ്ഞ് എല്ലാത്തിലും ഓടി നടന്ന് ഇവരുണ്ടാക്കി വെച്ച സ്വത്തുക്കൾ പലതും ഇന്ന് ഗവൺമെന്റിന്റെ കയ്യിലായിപ്പോയി. ലീസിനെടുത്തതും വഖഫിന് എഴുതിയതും, ഇനിയിപ്പോ വഖഫ് ത്രൂ പിടിച്ചെടുക്കാൻ നോക്കാം. ഇതൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്. വഖഫ് ഭൂമി 40% ഡൽഹിന്റെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞാല് കോൺഗ്രസിന് ആരാ വോട്ട് കൊടുക്കുക? ഇവിടുത്തെ മനുഷ്യർക്ക് അറിയാലോ. രാജ്യം വെട്ടിമുറിച്ചതിന്റെ വേദന അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഈ ഡൽഹിയില്. ഞാൻ കാണുന്നതാ ഞാൻ പറയണേ. ഞാൻ രാഷ്ട്രീയമൊന്നും ഒരുപാട് പറയുന്നില്ല. യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യമാണ് ഇവര് കാണിച്ചു കൊടുത്തത്. 40% പാർലമെന്റ് അടക്കം, സുപ്രീം കോർട്ട് അടക്കം വഖഫ് ഭൂമിയാണ് പറയുമ്പോ ഈ ഡൽഹിയിലുള്ള ജനങ്ങൾ എന്താ വിചാരിക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ ജയിപ്പിക്കാനോ വെച്ച ഏതെങ്കിലും ഒരു വോട്ട് അവർക്ക് കിട്ടാനോ ഒരു വഴിയില്ല. ആ ലെവലിലാണ് ഇവര് ഇവിടെ നെറേറ്റീവായിട്ട് നടന്നത്. പണ്ടത്തെ നെറേറ്റീവ് ഒക്കെ വിജയിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് ഇനി ജനങ്ങൾക്ക് തിരിഞ്ഞു. ഡൽഹിയിലെ ജനങ്ങൾക്ക് ബോധം വന്നു. എന്താ വെച്ചാല്, കാരണം ഒരു കാലത്ത് നമ്മളിങ്ങനെ തെറ്റായി സ്കൂളിൽ പഠിച്ചാലും കോളേജ് പഠിച്ചാൽ കുറെ കഴിയുമ്പോൾ നമ്മളൊരു വിവരം വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും മനസ്സിലാവും. അപ്പൊ ഇന്ന് ഭാരതത്തിന്റെ പൊട്ടൻഷ്യൽ ഇന്ന് UP-യിൽ കണ്ടുകൊണ്ടിരിക്കുക. ഭാരതത്തിന് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള ഈ രാജ്യത്തിന്റെ ട്രഡീഷൻ, കൾച്ചർ, ആത്മീയത, ഇതെല്ലാം കാണിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക്. നമ്മളെ രാജ്യത്തിനെയാണ് ആവശ്യം, രാജ്യത്തിന്റെ പൊട്ടൻഷ്യലാണ് ആവശ്യം എന്ന് ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരും ഇവിടെ ചിന്തിച്ചു തുടങ്ങി. കാലത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റിയില്ല എങ്കിൽ കോൺഗ്രസിന് 0-ൽ തന്നെ തുടരേണ്ടി വരും എന്നുള്ളതാണ് ഡൽഹിയിലെ ജനങ്ങൾ അവരുടെ ജനവിധിയിലൂടെ കാണിക്കുന്നത്.